മീൻ പൊള്ളിച്ചത് റെഡിയായിക്കൊണ്ടിരിക്കുന്നു. കരിമീൻ വറുത്ത് അതിനകത്ത് മസാലയെല്ലാം ചേർത്ത് ഇലക്കകത്ത് പൊതിഞ്ഞ് വെച്ചതാണ്. മസാല പറ്റി വെച്ച കരിമീൻ വറുത്തതിന് ശേഷം മസാലയെല്ലാം വഴറ്റി സബോള, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ വഴറ്റി ഇതേ പൊതിഞ്ഞ് ഇലക്കകത്ത് പൊതിഞ്ഞ് വെച്ച് വറുത്തെടുക്കുകയാണ്. കരിമീൻ പൊള്ളിച്ച് റെഡിയായി കഴിഞ്ഞു. ഇനി അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. സാമ്പാർ സ്ഥിരമായിട്ട് വീട്ടിലൊക്കെ പ്രിയ തന്നെ സാമ്പാർ ഉണ്ടാക്കുന്നത്. ഡെയിലി അമ്മ ഉണ്ടാക്കി സാമ്പാർ ഞാൻ ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഫുഡ് കഴിച്ചിട്ടുള്ള പ്രിയ ഉണ്ടാക്കുന്നതാണ്. ആ സാമ്പാറാണ് പ്രിയയുടെ ഉണ്ടാക്കുന്നതെന്ന്. അല്ല, സാധാരണ നമ്മൾ ചേർക്കുന്ന പോലെ തന്നെ മീനിൻ്റെ മസാലയെല്ലാം ഇതിനകത്ത് വരുമ്പോഴത്തേനും മസാല എന്ന് വെച്ചാൽ പച്ചമുളക്, സാമ്പാർ പൊടി, കട്ടക്കായ ഇടുന്നത് അതെല്ലാം കൂടെ വന്ന് കഴിയുമ്പോഴത്തേനും ഓക്കെ ആവും. ഇത് നന്നായിട്ട് മൂക്കണം, എന്നാലേ അതിനൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. നന്നായിട്ട് മൂത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സാമ്പാർ ഏകദേശം റെഡിയായി വന്നു. അതിനകത്തേക്ക് നമ്മൾ നേരത്തെ ഉരുളക്കിഴങ്ങും എല്ലാം വേവിക്കാൻ വെച്ചത് സാമ്പാറിട്ടു. നേരത്തെ നമ്മൾ കറി വെച്ച തന്നെ തുണ്ടമീൻ ഇതാ ഇവിടെ സൈഡിൽ മീൻ അതിൻ്റെ ബാലൻസ് ഇരുന്നതാണ്. അപ്പോൾ നമ്മൾ വറക്കാൻ വേണ്ടി അത് ആദ്യമേ ഫുള്ള് വെച്ചിട്ടുണ്ടായിരുന്നു. ഫിഷ് ഫ്രൈ റെഡിയായി വരുന്നു. ഏകദേശം സാമ്പാർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി മല്ലിയിലയും കൂടി ഇട്ടാൽ മതി. കുറച്ചുകൂടി ഒന്ന് അതിന് ശേഷം മല്ലിയില ഇട്ട് കഴിയുമ്പോൾ അത് ഓക്കെ ആവും. നമ്മുടെ എന്താ പറയുക മീൻ അത് ഞാൻ ഓഫ് ചെയ്തു. ഇപ്പോൾ തൽക്കാലം എണ്ണയ്ക്ക് നല്ല ചൂടുണ്ട്. അപ്പോൾ ഇനി ആ ബാക്കി ഇപ്പോൾ ഉള്ള ചൂടിനകത്തിരുന്ന് തന്നെ ബാക്കി അങ്ങ് കണ്ടോളും. രസം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് അവിടെ കടുക് പൊട്ടിക്കടിക്കാണ് എൻ്റെ മുഖത്ത് എണ്ണ തെറിച്ചു. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ തേച്ച് വെച്ചിരിക്കുകയാണ് പൊങ്ങി വരാതിരിക്കുക. ഇടയ്ക്ക് ടക്കണ തെറിച്ചതാണ്. അത് ഫാഷനായിട്ടിരിക്കുകയാണെന്നോ മാവാണെന്നോ ഒന്നും പ്രഷർ വിചാരിക്കേണ്ട. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. സേവിങ് പ്ലേറ്റിലേക്ക് മാറ്റി. കോട്ടയം സ്റ്റൈലിലുള്ള കുറച്ച് കുറുകിയിരിക്കുന്ന സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇവിടെ രസം, അതുപോലെ തന്നെ രസം വളരെ ഫാസ്റ്റായിട്ട് രസത്തോടുകൂടി തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഇതോടെ കഴിഞ്ഞ പരിപാടി കഴിഞ്ഞു. ഇപ്പോൾ രസത്തിൻ്റെ അത്രയും മിനിറ്റ്. രസത്തിനകത്തേക്ക് കുരുമുളക് പൊടി നന്നായിട്ട് ചേർക്കും. ശരിക്കും പറഞ്ഞാൽ രസം കുടിക്കുമ്പോൾ ഭയങ്കര രസമാണെന്ന് പറയുന്നത് പോലെ എന്തൊക്കെയാണെന്ന് പറയുന്നത് രസം മാത്രം ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വളരെ ഹാപ്പിയാണ് രസം മാത്രം ഉണ്ടെങ്കിൽ. രസ പൗഡറാണ് ഇട്ടിരിക്കുന്നത്.
ഫുൾ സെറ്റ് അല്ലേ? ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നില്ല. വിഭവം സമൃദ്ധമാണ് അല്ലേ? കോട്ടയത്ത് ഊണിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇല്ലെങ്കിലും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ. കപ്പ കാണും, കപ്പയും കൂടി കാണും. മീൻ ഫ്രൈ, ഫിഷ് ഫ്രൈ, ബീഫ്, എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലേ? കുറേ ജോലി ചെയ്തു അല്ലേ? അമ്മയൊക്കെ വയ്യാണ്ടായിട്ട് ക്ഷീണിത. ഈവൻ ഇത് പുള്ളിയത് അതിനിടയ്ക്ക് പുള്ളിയോ എണ്ണ തെറിച്ചിട്ട് ഉപ്പ് വരുത്തിയിരിക്കുകയാണോ? ശരി, ഉപ്പ് തിളങ്ങുന്നു. അപ്പം നമ്മുടെ സംഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ചോറ്, ആദ്യം സ്റ്റാർട്ടർ നമ്മുടെ ബ്രെഡും താറാവ് കറിയാണ്, അത് റെഡിയായി. പിന്നെ കരിമീൻ ഫ്രൈ, പിന്നെ പറഞ്ഞേ എനിക്ക് ടെൻഷൻ കൊടുക്കും. കരിമീൻ ഫ്രൈ, മീൻ വറുത്തത്, മീൻ കറി, ബീഫ് ഒലത്തിയത്, അവിയൽ, സാമ്പാർ, രസം, അച്ചാർ. നമ്മുടെ സംഭവങ്ങളെല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി പപ്പടം കൂടെ കാച്ചിയാൽ ലാസ്റ്റ് എല്ലാം ഓക്കെ ആയി. പപ്പടം കാച്ചാൻ പോകണം. അവിടെ കഴിഞ്ഞാൽ ഇത് ഫുൾ ക്ലീൻ.